കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ്. അവിടെ മാനാഞ്ചിറ പരിസരത്തും നിരവധി മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അത് വലിയ അപകട ഭീഷണിയായി നിൽക്കുകയാണ്. പടർന്നു നിൽക്കുന്ന ചില്ലകളും ഭീഷണിയാണ്. മഴക്കാലം വരുന്നതിന് മുൻപേ ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളൊന്നും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ല എന്ന് വ്യാപക പരാതി. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇത് മിഠായി തെരുവിലേക്കുള്ള വഴിയാണ്. ഇത് മിഠായി തെരുവിനോട് ചേർന്നുള്ള ബസ് സ്റ്റോപ്പാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും മിഠായി തെരുവിന്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ വലിയ മരം ചാഞ്ഞു നിൽപ്പുണ്ട്. അത് മരം വെട്ടുന്നതിൻ്റെയോ മരം ചില്ലയെങ്കിലും വെട്ടേണ്ട നടപടികളിലേക്ക് കോർപ്പറേഷൻ ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ വഴി മൊത്തം ഇത്തരത്തിലുള്ള മരങ്ങളാണ്. വലിയ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. കാരണം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഈ കോഴിക്കോട് ഈ മാനാഞ്ചിറ റൂട്ടിലൂടെ കടന്നു പോകുന്നത്. കോഴിക്കോട് മാനാഞ്ചിറ ഈ വഴി പോകുമ്പോൾ നിരവധി തണൽ മരങ്ങളുണ്ട്. അത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ ഉൾപ്പെടെ എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ചേട്ടാ, ഈ മരങ്ങൾ വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച അവിടെ ഇങ്ങനെ കുറച്ച് മരം വീണ് അവിടെ സെറ്റ് ഉണ്ടായിരുന്നു. അതൊന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കുറച്ച് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. അതേമാതിരി LICന്റെ മുന്നിലുള്ള കുറച്ച് മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നത് തോന്നുന്നുണ്ട്. അതായത് ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ എന്തെങ്കിലും അധികൃതർ നടത്തിയിട്ടുണ്ടോ? അത് ഓരോ കഴിഞ്ഞ കോർപ്പറേഷൻകാർ വന്നുകൊണ്ട് മുറിച്ച് മാറ്റിയിട്ടില്ല. വീണ മരം വൃത്തിയാക്കി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക ചെയ്തത്. ഇനിയിപ്പം വീഴാനുള്ള മരം എന്ന് വെച്ചാൽ LICന്റെ മുന്നിലുള്ള ഈ നേരെ കാണുന്ന വലിയ മരമാണ് വീഴാൻ ചാൻസ് കൂടുതലുള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഒരു നടപടി എടുത്തിട്ടില്ലെന്ന് പറയുന്നത് വലിയ വീഴ്ചയല്ലേ? ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, അതിന് കൂടുതൽ ജനങ്ങൾ പോകുന്ന സ്ഥലമാണ് കോഴിക്കോട് സിറ്റി എന്ന് പറയുന്നത്. വിഷയം തന്നെയാണ്. പക്ഷേ അധികൃതർ എന്ത് ചെയ്യാനാണ്? ഇപ്പം മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അത് കട പൊട്ടി വീഴല്ലാതെ അതിന് മുകളിൽ കയറി മുറിക്കാനുള്ള സംവിധാനം ഇപ്പം ചെയ്യാൻ പറ്റില്ല. മഴയല്ലേ, പെരുമഴയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീണാലെ പോയിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടതായിരുന്നു. മഴ വരുന്നതിന് മുന്നേ തന്നെ നോക്കേണ്ടതായിരുന്നാണ് എൻ്റെ അഭിപ്രായം. മഴ വന്നതിന് ശേഷം നടപടി എടുക്കുന്നതിന് മുൻപേ ഇത്തരത്തിൽ മരങ്ങൾ ഭീഷണി സൃഷ്ടിക്കുമെന്നെല്ലാം കോർപ്പറേഷനും ഈ പറയുന്ന ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാം അറിയുന്നതാണ്. അപ്പോൾ മഴ വന്നതിന് ശേഷമല്ല, അതിനു മുൻപ് തന്നെ നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ കച്ചവടക്കാരും നാട്ടുകാരും നമ്മളോട് പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.